വയനാട്ടിലെ സർക്കാർ മെഡിക്കൽ കോളേജിന് നാളെ മുഖ്യമന്ത്രി തറക്കല്ലിടും. കൽപ്പറ്റയിൽ ചന്ദ്രപ്രഭ ചാരിറ്റബിൾ ട്രസ്റ്റ് സൗജന്യമായി നൽകിയ 50 ഏക്കർ ഭൂമിയിലാണ് മെഡിക്കൽ കോളേജ് വരുന്നത്. പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമായ രീതിയിൽ നടക്കുന്ന മെഡിക്കൽ കോളേജിന് 900 കോടി രൂപയാണ് ആകെ ചെലവ് പ്രതീക്ഷിക്കുന്നത്. വയനാട്ടിലെ ജനങ്ങളുടെ ദീർഘകാലത്തെ സ്വപ്നങ്ങൾക്ക് നിറം പകർന്നുകൊണ്ടാണ് സർക്കാർ മെഡിക്കൽ കോളേജിന് തറക്കല്ലിടുന്നത്. കൽപ്പറ്റയ്ക്കടുത്ത മടക്കിമലയിൽ ചന്ദ്രപ്രഭ ട്രസ്റ്റ് സൗജന്യമായി വിട്ടുകൊടുത്ത ഭൂമിയിലാണ് മെഡിക്കൽ കോളേജ് നിർമ്മിക്കുന്നത്. ട്രസ്റ്റിന്റെ ആവശ്യപ്രകാരം വയനാട്ടിൽ നിന്നുള്ള ആദ്യ പാർലമെന്റ് അംഗവും കോൺഗ്രസ് നേതാവുമായിരുന്ന MK ജിനചന്ദ്രന്റെ പേരാണ് മെഡിക്കൽ കോളേജിന് നൽകുക. വയനാട്ടിൽ നിന്നുള്ളവരും സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്നവരുമായ 5 കുട്ടികൾക്ക് പ്രവേശനത്തിൽ സംവരണം നൽകണമെന്ന ട്രസ്റ്റിന്റെ ആവശ്യവും സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. 5 seats in the proposed medical college will be reserved for candidates in merit list every year who belongs to the socially and educationally backward classes SCBC under below poverty line category and are natives of Wayanad district. ആദ്യഘട്ടത്തിൽ 300 കിടക്കകളുള്ള ആശുപത്രിയുടെ നിർമ്മാണത്തിനായി 200 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. 80% ജീവനക്കാർക്കും ക്യാമ്പസിൽ തന്നെ താമസ സൗകര്യം ഒരുക്കും. കോൺക്രീറ്റിന് പകരം പരമാവധി സ്റ്റീൽ ഉപയോഗിച്ചുള്ള നിർമ്മാണമാണ് പരിഗണിക്കുന്നത്. മഴവെള്ളവും സൗരോർജ്ജവും പരമാവധി പ്രയോജനപ്പെടുത്താകുന്ന രീതിയിലായിരിക്കും രൂപകൽപ്പന. മാലിന്യ സംസ്കരണത്തിനും അത്യാധുനിക സംവിധാനങ്ങൾ ക്യാമ്പസിൽ തന്നെ ഒരുക്കും. റിപ്പോർട്ടർ, വയനാട്.